ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ മോർണിംഗ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ചില ദിവസങ്ങൾ കാണില്ലേ, ഒന്നും ചെയ്യാനില്ലാത്ത ഒരു നോർമൽ മടി പിടിച്ച ദിവസം. അങ്ങനെ ഒരു ദിവസം കേട്ടോ ഇന്ന്. ഒരുപാട് സമയമുണ്ട് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് രാവിലെ എണ്ണീറ്റ് വന്ന് ചുമ്മാ മുറ്റത്തൂടെയൊക്കെ നടന്നപ്പം എൻ്റെ ഈ റംബൂട്ടാനിൽ പോയിട്ട് 2 റംബൂട്ടാൻ പറിച്ചു. ഇത് ആയൻകുട്ടന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ 2 റംബൂട്ടാനൊക്കെ പറിച്ച് വീട്ടിൽ കയറി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൂരിയും ചട്നിയായിരുന്നു. അയാൻകുട്ടന് കാടമുട്ട 2 പിന്നെ നമ്മുടെ ഏത്തയ്ക്ക പുഴുങ്ങിയത്, 2 റംബൂട്ടാൻ്റെ കുരു കളഞ്ഞത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ഏത്തക്കൊല കേട്ടോ. ഇത് അയാൻകുട്ടനുള്ളതാ. പിന്നെ ഈ പേര ഉണ്ടല്ലോ, ഈ പേര ഞാനും വിഷ്ണുവും കൂടെ ചുമ്മാ കറങ്ങാൻ പോയിട്ട് വന്നപ്പോൾ തമിഴ്നാട്ടിലെ കമ്പോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നത് കുഞ്ഞു പേരത്തയായിരുന്നു കേട്ടോ. ഇതിൽ നിന്ന് പേരയ്ക്കൊക്കെ ഒരുപാട് പറിച്ചു. കുഞ്ഞൊരു പേരയാണെങ്കിലും ഒത്തിരി പേരയ്ക്ക ഉണ്ടാകുന്നുണ്ട്. ബഡാണ്. ഇപ്പോൾ ഇത് കുറേ പേരയ്ക്ക ഉണ്ട്. അതൊക്കെ വലുതാവണം. അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നത് കേട്ടോ. ഇതൊരു കുഞ്ഞു കപ്പളമാണ്. എൻ്റെ ഇതിലും പൂവുണ്ട്. ഇതിൽ കപ്പളങ്ങ ഉണ്ടാകുമ്പോൾ എത്ര വലിപ്പം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആട്ടോ. ഇത് ഒരു കുഞ്ഞ് മൾബറി കമ്പ്. ഞാനൊരു 1 മന്ത് ആയിട്ടുള്ളൂ ഈ മൾബറി കമ്പ് ഇവിടെ കൊണ്ടുവച്ചിട്ട്. പക്ഷെ അതിൽ വേണ്ടേ മൾബറിക്ക ഞാൻ കണ്ടപ്പം ഞെട്ടിപ്പോയി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ. ഇത് പിന്നെ നമ്മളൊരു ചെറിയ കുരുമുളക് ചെടി എന്നോട് വളർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ഞാനും അയൻകുട്ടൻ്റെ ചുമ്മാ ഇങ്ങനെ മിറ്റമ്പഴയൊക്കെ നടക്കുവാണ്. അയൻകുട്ടന് ഏറ്റവും സന്തോഷം ഈ മുറ്റത്ത് ഇങ്ങനെ തുറന്നങ്ങ് വിടുന്നതാണ്. ഇതിലെ കൂടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും ഒരു വൈകുന്നേരമായി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ്. നമ്മുടെ മുറ്റത്ത് നിന്നാൽ നല്ല സണ്ണി ഡേയും കൂടെ ആണെങ്കിൽ ഭയങ്കര രസമാണ്. ഈ ഒരു സൈഡിലോട്ട് നോക്കാൻ കേട്ടോ, നിറച്ചിങ്ങനെ മരങ്ങളും കുറച്ച് ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. പിന്നെ നല്ല സ്കൈ ആണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ